അഹങ്കാരം, പണം, പിന്നെ പറയുന്ന മനോവൈകൃതം, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന നമ്മുടെ പൊളിറ്റിക്കൽ ടെറൈനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു പ്രവണതയാണ്. അടിച്ചിങ്ങനെ കൊല്ലുമ്പോൾ ആ ഞരക്കമുണ്ടല്ലോ, ആ ഞരക്കം കേൾക്കുമ്പോൾ തോന്നുന്നു ഇങ്ങനെ ആത്മരതി കൊള്ളുന്ന, ആസ്വദിക്കുന്ന ഇന്ദ്രൻസിനൊരു ചരിത്രം, ഞാൻ ചരിത്രത്തിൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു. ഏതാണ്ട് ആ മാനസികാവസ്ഥയല്ലേ ഇവർക്ക്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ, ഇദ്ദേഹത്തിൻ്റെ വളരെ തിക് ഫ്രണ്ട്സായ, ഇദ്ദേഹത്തിൻ്റെ ബ്രിഗേഡിലില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ക്രൈം സിൻഡിക്കേറ്റിൽ പരസ്പരം പങ്കാളികളായിരിക്കുന്നവരെ നോക്കൂ. ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ കോക്കസ്, ഈ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് കേരളത്തിന് ആവശ്യമാണ്. ഇത്തരം പ്രവണതകളൊക്കെ തെറ്റാണെന്ന് ഒന്ന് നാക്കനക്കി പോയാൽ ആ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കപ്പെടുന്നില്ലേ? തലമുതിർന്ന നേതാക്കൾ കൊടിക്കുന്നിൽ സുരേഷ് വിധേയനായിട്ടില്ലേ? എം ഹസൻ വിധേയനായിട്ടില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഒരു ഘട്ടത്തിൽ ശ്രീ എം ഹസനെതിരായിട്ടുള്ള ഹാഷ്ടാഗിനെ OMKV ഹസ എന്നായിരുന്നു. എ പത്മകുമാർ മുൻ MLA ആണ്, CPMന്റെ ഏറ്റവും പ്രമുഖനായ ഒരു പത്തനംതിട്ടയിലെ ഒരു CPMന്റെ മുഖം തന്നെയല്ലേ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പറയട്ടെ, നിങ്ങൾ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞോ? അയാൾ ഇപ്പോൾ പത്മകുമാരനെ CPM തള്ളി പറയുകയാണ്. അങ്ങ് കേൾക്കൂ, ഞാൻ പറഞ്ഞ അതിനകത്ത് ഞങ്ങളിപ്പോൾ അയാൾ ജയിലിൽ പോയില്ലേ? സോറി, ജയിലിൽ. എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നില്ല? നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോൾ വിവാദങ്ങളും അതേ രീതിയിൽ തന്നെ ചൂടേറുകയാണ്. ഒരു ഭാഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണവും അറസ്റ്റും പുരോഗമിക്കുമ്പോൾ, മറുഭാഗത്ത് യുവ MLAക്കെതിരെ ലൈംഗിക പീഡന ആരോപണത്തിൽ അന്വേഷണവും ശക്തമാവുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ കേസുകളൊക്കെ തന്നെയാണ് ചൂടേറിയ പ്രചാരണ വിഷയമാകുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു DYFI അഖിലേന്ത്യാ അധ്യക്ഷനും MP-യുമായ ശ്രീ A റഹീം. സ്വാഗതം. റഹീം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേസുകളൊക്കെയാണ് വലിയ രീതിയിൽ ചൂടേറിയ ചർച്ചാ വിഷയമാകുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ അതിജീവിതയായ ഈ പെൺകുട്ടി ഒരു കേസുമായി മുന്നോട്ട് വന്നതിന് പിന്നിൽ CPMന്റെ കരങ്ങളാണ് എന്നൊരു ആരോപണമാണല്ലോ നേരിടുന്നത്. അതവരുടെ രാഷ്ട്രീയമായ പ്രതിരോധം, ബാലിശമായ പ്രതിരോധം. ഈ വിക്ടിം എന്ന് പറയുന്ന വിക്ടിം ഇത് ഒരു കേസല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന വ്യക്തിയെ ചൂണ്ടി തന്നെ, യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ചൂണ്ടി തന്നെ സമീപകാലത്ത് വന്ന ഒരു സീരീസ് ഓഫ് ക്രൈം കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ച പണം അത് CPM ആസൂത്രണം ചെയ്തതാണോ? കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ആ പണം കാണാനില്ലല്ലോ. ഒരു തുണ്ട് ഭൂമി ഈ നിമിഷം വരെ അവിടെ വാങ്ങിയിട്ടില്ലല്ലോ. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന എപ്പോൾ MLA ആയ ഇദ്ദേഹത്തെ ചൊല്ലി തന്നെയാണല്ലോ ആ പ്രശ്നങ്ങൾ, ഇദ്ദേഹത്തെ കേന്ദ്രബിന്ദുവായ വിവാദങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു വ്യക്തി എന്നുള്ള നിലയിലല്ല, കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു വീഷ്യ സർക്കിളാണ്. കോൺഗ്രസിനകത്ത് പെട്ടുപോയി. കോൺഗ്രസ് അങ്ങനെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ പ്രശ്നം ഉയർന്നു വന്നു. ഇത് എത്രയോ കാലമായി പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോഴെന്തുകൊണ്ട് ഞങ്ങളൊക്കെ ഈ ടെലിവിഷന് മുമ്പിൽ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദർ ഈസ് എ വിക്ടിം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു. അവർ രഹസ്യമൊഴി കൊടുക്കുന്നു. അവർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുന്നു. തീർച്ചയായും അവരെ കേൾക്കേണ്ട, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അവരേത് സമയത്ത് വരുന്നു, അവരേത് സമയത്ത് പരാതി കൊടുക്കുന്നു, അതിന് അവരുടേതായ വ്യക്തിപരമായ കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളെ വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണുക എന്നതല്ലാതെ ഇത് ഞങ്ങൾ ഇടപെട്ടതാണെന്നൊക്കെ പറഞ്ഞാൽ, അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഈ പറഞ്ഞതൊക്കെ CPM സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് ഇയാൾ പോയി ചെയ്ത കാര്യങ്ങളാണോ? ആദ്യം ഇത് പുറത്ത് കൊണ്ടുവരുന്നതാരാ? ആദ്യം ഇത് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ എറണാകുളത്തുകാരിയായ ഒരു ചലച്ചിത്ര താരമാണ്. അവർ പിതൃതുല്യനായി കണ്ടുകൊണ്ടിരിക്കുന്നയാൾ ശ്രീ VD സതീശനാണ്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ള, രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന, ശ്രീ VD സതീശനെ ഇഷ്ടപ്പെടുന്ന ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പേര് പറയുന്നില്ല. ഞങ്ങളുടെ ഗൂഢാലോചനയാണോ? ഇനി അതിനോടനുബന്ധിച്ച് പുറത്തു വന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ഗൂഢാലോചനയാണോ? പോട്ടെ, യൂത്ത് കോൺഗ്രസ്സിനകത്തെ പെൺകുട്ടികൾ പോലും ഇയാളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ആരാ? യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ പറഞ്ഞത്? ഒരു വനിത. ഞങ്ങൾ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റാണോ? ഈ കേസ് നിങ്ങൾക്കതൊരു പ്രചാരണ വിഷയമാകില്ല എന്നാണോ? ഇല്ല, അങ്ങനെയല്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങളോട്
ഞങ്ങൾക്കെതിരെ വന്നാൽ ഞങ്ങൾ മറുപടി പറയേണ്ടി വരും. ഉയർന്നു വരുന്നൊരു പ്രശ്നത്തെ ഞങ്ങൾക്ക് പ്രചരണത്തിൽ വരും. ഞങ്ങളുടെ ഫോക്കസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോക്കസ് ഞാൻ ആദ്യം പറഞ്ഞതിലാണ്, ക്ഷേമം, വികസനമാണ്. ഈ പറയുന്ന പ്രശ്നം ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പറയും, ജനങ്ങളോട് വിശദീകരിക്കും. ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സീരീസ് ഓഫ് ക്രൈം കാണാനല്ലേ, സീരീസ് ഓഫ് ക്രൈം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കോൺഗ്രസ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് രസകരമായ കാര്യം, ഇത് കുറേ കൂടി വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിനെ അധികാരമേൽപ്പിക്കരുത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. എന്തുകൊണ്ട് അവരെ അധികാരമേൽപ്പിച്ചുകൂടാ? അധികാരത്തിലില്ലാതിരിക്കുമ്പോഴാണ് ഇത് MLA സ്ഥാനവും ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയുടെയും തടവിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ, ഇദ്ദേഹത്തിൻ്റെ വളരെ തിക്ക് ഫ്രണ്ട്സായ, ഇദ്ദേഹത്തിൻ്റെ ബ്രിഗേഡിലില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ക്രൈം സിൻഡിക്കേറ്റിൽ പരസ്പരം പങ്കാളികളായിരിക്കുന്നവരെ നോക്കൂ. ഇവരെല്ലാം പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്. പക്ഷേ പല അധികാര സ്ഥാനങ്ങളുണ്ടാകാം, പലതരത്തിൽ, പാർലമെൻ്ററി രംഗത്തോ അല്ലാതെയോ. പക്ഷേ ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ കോക്കസ്, ഈ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് കേരളത്തിന് ആവശ്യമാണോ എന്ന് കേരളം ചിന്തിക്കണം. ഇതൊരു വേറിട്ടൊരു സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് ആണ്. ഇത് ഏറെക്കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ധാർമ്മികതയ്ക്ക് ഇതില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട കണ്ണിയാണെന്ന് കാണരുത്. ഞാൻ വേറെ ആരുടെയും പേര് ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിപരമായി ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ കാലമായി കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ആളുകൾ അവർ ഒരു വേറിട്ടൊരു വഴി സ്വീകരിക്കുന്നു, കേരളത്തിന് പരിചിതമില്ലാത്ത വഴി. അത് കുറച്ച് പിറകിലോട്ട് പോയാൽ നിങ്ങൾ കാണാൻ കഴിയും. ഇതിപ്പോൾ ഒരു പെൺകുട്ടി വിക്ടിമായി. നിങ്ങൾ നോക്കൂ, വെർബൽ അബ്യൂസ് നേരിട്ട് പ്രത്യക്ഷത്തിൽ വന്ന ഒരു കൂസലമില്ലാതെ നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? KR മീര ആക്രമണത്തിന് വിധേയമായിട്ടില്ലേ? ഒരു ഉളുപ്പില്ലാതെ ആക്രമിക്കുകയാണ്, പച്ചത്തെറി പറഞ്ഞ് ആക്രമിക്കുകയാണ്. അന്തരിച്ച് പോയി AKG ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ എത്തിക്സ് ഇല്ലാത്ത, ധാർമ്മികതയില്ലാത്ത, പോട്ടെ, ഇത്തരം പ്രവണതകളൊക്കെ തെറ്റാണെന്ന് ഒന്ന് നാക്കനക്കി പോയാൽ ആ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കപ്പെടുന്നില്ലേ? തലമുതിർന്ന നേതാക്കൾ, കൊടിക്കുന്നിൽ സുരേഷ് വിധേയനായിട്ടില്ലേ? MM ഹസൻ വിധേയനായിട്ടില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഒരു ഘട്ടത്തിൽ MM ഹസനെതിരായിട്ടുള്ള ഹാഷ്ടാഗിനെ OMKV ഹസ എന്നായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ പേർ നിങ്ങൾ നോക്കൂ, കാണാൻ കഴിയും. ഈ പറയുന്ന ആരൊക്കെ മിണ്ടുമോ, ഈ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് ഇത് തെറ്റാണല്ലോ എന്നൊരു വാക്ക് മിണ്ടിയാൽ കഥ കഴിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ്, ഈ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റിക്സ് ഇവരുടെ കൈകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു. ആ കോൺഗ്രസിനെ ഇനി അധികാരം ഏൽപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ അവരുടെ കൈവെള്ളയിൽ വെക്കാൻ കഴിയുന്ന ഒരു മുതിർന്ന നേതാവിൻ്റെയും പിന്തുണയില്ലാതെ, അവരാരും അറിയാതെ എന്നവർ പറയുന്നു, വീക്ഷണത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിപ്പിക്കാൻ കഴിയുന്ന വിധം വളർന്നു കഴിഞ്ഞ ഇവരുടെ കയ്യിൽ ഭാവിയിൽ കേരളത്തിൻ്റെ അധികാരമേൽപ്പിച്ചാൽ ഇവരെന്തെല്ലാമായിരിക്കും ചെയ്യുക? ഒരുപക്ഷെ ഈ കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം മുൻനിർത്തി ഈ രീതിയിലൊരു അപജയം ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് രാഹുൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവ നേതാക്കൾ, പ്രത്യേകിച്ച് ഒരു തലമുറയ്ക്ക് വന്നിരിക്കുന്ന ഒരു എല്ലാ രീതിയിലും ഉണ്ടായിരിക്കുന്ന ഒരു ധാർമ്മികമായ ഒരു അപജയം, അത് ഈ മൂല്യശോഷണം എന്ന് പറയുന്നത് അത് ഈ എല്ലാ വിഭാഗത്തെയും ബാധിച്ചിട്ടില്ല. നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിരിക്കുന്ന ഒരു യൂത്തിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ പഴയ തലമുറയുമായി ഒരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായിരിക്കുന്ന യുവതലമുറയുടെ ഒരു അപജയത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയല്ലേ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ? അതിനെ എല്ലാവരും സാമാന്യവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? വസ്തുതാപരമായി പറഞ്ഞാൽ പോലെ, ഇപ്പോൾ DYFI എന്ന് പറയുന്ന യുവജന സംഘടന, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ തലമുറയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവണതയുണ്ടോ എങ്കിൽ തീർച്ചയായും അത് വിമർശന വിധേയമാകണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അത് അത് ഞങ്ങളെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഇപ്പുറത്തെ വശത്ത് കോൺഗ്രസിനകത്ത് അങ്ങനെയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. യുവതലമുറ എന്ന് പറയുമ്പോൾ ഒരേ കാലയളവിൽ ഇപ്പോൾ രാഹുലിന് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുണ്ടായിരുന്നു. എന്താ ഇവിടെ ഇപ്പോൾ അന്ന് കോവിഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വന്നു. ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു വശത്ത്, ഇപ്പുറത്തെ വശത്ത് DYFI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഞാനൊരു പൊതുവിഷയത്തെ എടുക്കുകയാണ്. എങ്ങനെയാണ് അതിനെ സമീപിച്ചത്? ഞങ്ങൾ വളരെ പ്രൊഡക്റ്റീവായി, ഞങ്ങൾ വളരെ നോവലായ ആശയങ്ങളുടെ പിറകെ പോയി. എങ്ങനെയാണ് ഞങ്ങൾക്ക് പണം സമാഹരിക്കാൻ കഴിയുക? ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് അവിടെയായിരുന്നു. എന്നിട്ടെന്ത് ചെയ്തു? ഞങ്ങൾ ആക്രി പറക്കിയും അധ്വാനിച്ചും വന്ന് 11 കോടി രൂപ കണ്ടെത്തി. വീട്ടിൽ തന്നെ ചവില ഞങ്ങളുണ്ട് എന്നുള്ള ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ ചെറുപ്പത്തെ വളരെ കൃത്യമായി കോവിഡ്
ആരും ബോഡി എടുത്ത് അടക്കം ചെയ്യാനില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ പോയി. ഇത് ഞാൻ തിരിച്ച് വളരെ വസ്തുതാപരമായി പറയുന്നു, വളരെ തുറന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ആളുകൾ ഇതിന് ശേഷമോ ഇതിന് മുമ്പോ ഒക്കെ ഒറ്റപ്പെട്ട എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സംഘടിതമായി ഇത് വളരെ പ്ലാൻഡായി ഓർക്കസ്ട്രേറ്റഡായി കേരളത്തിലെമ്പാടും ഞങ്ങൾ നടപ്പിലാക്കി. അതൊരു ചെറിയ തോട്ട് പ്രോസസ്സ് ആയിരുന്നില്ല. വയനാട് ദുരന്ത ബാധിതരുടെ പ്രശ്നം വന്നു. ഞങ്ങൾ 25 വീടുകൾ പ്രഖ്യാപിച്ചു. സംസ്ഥാന ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. 25 പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് 25 കൊടുത്ത് നിർത്താമല്ലോ, ആരും ചോദിക്കില്ലല്ലോ. പ്രഖ്യാപിച്ചത് കൊടുത്തു. ഞങ്ങളതല്ല ചെയ്തത്. അതിനും അപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് DYFI എന്ന സംഘടന. നേരത്തെ പറഞ്ഞ ആ തോട്ട് പ്രോസസ്സിൻ്റെ തുടർച്ചയാണ്. ഒറ്റ ലക്ഷ്യം, അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. എല്ലാ മനസ്സും ഒരുമിച്ച് ചേർന്ന് ലീഡർഷിപ്പിൻ്റെ അതിൻ്റെ ഗുണം കിട്ടുന്നു. 100 വീടുകളുടെ പണം, 20 കോടി രൂപ വിത്തൗട്ട് എ സിംഗിൾ റെസിപ്റ്റ്. അധ്വാനം ആക്രി പറക്കി അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയ വളരെ നോവലായ ഈ റീസൈക്കിൾ കേരള നമ്മൾ ഈ കോവിഡ് സമയത്തെ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ പണം കണ്ടെത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ പറയുന്ന ലീഡർഷിപ്പിൻ്റെയും ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും സംഭാവനയെ ഒന്ന് താരതമ്യം ചെയ്യും. ഇന്നത്തെ പുതിയ കാലത്ത് ആളുകളുടെ മനഃശാസ്ത്രത്തെ അല്ലെങ്കിൽ പെട്ടെന്ന് സ്വാധീനത്തിലെത്തി പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പെർസെപ്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വലിയ ഫാക്ടർ മീൻസ് വലിയ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ഗംഭീരമാണ്, ഞങ്ങൾ പൊളിറ്റിക്കൽ സെലിബ്രിറ്റികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ഒരു പെർസെപ്ഷൻ ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള തോട്ട് പ്രോസസ്സിൽ മാത്രമായിരുന്നവർ. ഇനി അതേസമയം അത് 2 തരത്തിലാണ്, പോസിറ്റീവും നെഗറ്റീവുമായിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഗംഭീരമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളെ എതിർക്കുന്നവർ, രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ആളായാലും ശരി രാഷ്ട്രീയത്തിനകത്തുള്ള ആളായാലും ശരി, എതിർത്താൽ തീർത്ത് കളയും. ഇതേ മെക്കാനിസം ഉപയോഗിച്ച് തന്നെ പെർസെപ്ഷൻ ഗെയിം തിരിച്ച് നെഗറ്റീവ് പെർസെപ്ഷൻ അടിക്കും. അപ്പോൾ ഇവർക്കെതിരെ ആരും, അത് ഞാൻ പറഞ്ഞില്ല, ആര് മുതൽ ഏതുവരെ ഉണ്ടെന്ന് നോക്കണം. ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ കുറേ പേരുടെ പേര് പറഞ്ഞു. ഏറ്റവും കൂടുതൽ അജയ് തറയിൽ, ഞാൻ ഓരോരുത്തരുടെ പേര് പറയുകയാണ്. അപ്പുറത്ത് വെച്ചിട്ട് സാംസ്കാരിക രംഗത്തെ പ്രൗഢോജ്വല പ്രതീകങ്ങൾ ആക്രമണത്തിന് വിധേയമായില്ലേ. ഇത് ഞാൻ പറയുന്നത് ഈ രീതി ശരിയാണ് എന്ന് കോൺഗ്രസ് വിചാരിക്കും. ഞങ്ങൾക്ക് കോൺഗ്രസിനെ തിരുത്താൻ ഞങ്ങളാളല്ല, ഞങ്ങൾ മലയാളികളോടാണ് പറയുന്നത്. ഈ രീതി, ഈ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് കേരളത്തിന് ആവശ്യമാണോ? ഇത് ജനം തിരിച്ചറിയണം. അതിവിടെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴും ഇത് അത്ര വലിയ കേസാണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നാച്ചുറലി അത് അവൻ്റെ കഴിവാണെന്ന് പറയുകയാണ്. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ വ്യാഖ്യാനം കൊണ്ടുവരുന്നത്, അവൻ്റെ കഴിവല്ലേ. ഇപ്പോൾ കണ്ടുവരുന്ന ഈ രാഷ്ട്രീയം, അത് BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും തന്നെയും, ഈ പുതിയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവർക്കുണ്ടാകുന്ന ചില പ്രവണതകൾ നമ്മൾ മുമ്പ് കാണാത്ത രീതിയിൽ, അത് ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് രീതിയിലായാലും ഒരു ക്രൈമിൻ്റെ ഒരു കുറ്റവാസന, ഒരു വയലൻസ് ഇവരിൽ എവിടേക്കോ ഉണ്ടോ? അത് നമുക്കിപ്പോൾ പലപ്പോഴും ഇപ്പോൾ താങ്കളുടെ സംഘടന, താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടന നിന്ന് വ്യത്യസ്തമൊന്നും പറയുന്നില്ല. കാരണം പലപ്പോഴും പല കേസുകൾ ലഹരിയുമായി ബന്ധപ്പെട്ടതും വയലൻസും ഈ രീതിയിലുള്ള സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട സ്വന്തം സംഘടനയിൽ തന്നെയുള്ളവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളൊക്കെ പൊതുവെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കേട്ടുവരുന്നതാണ്. ഇപ്പോൾ രാഹുലിൻ്റെ കുറച്ച് വ്യത്യസ്തമായിരിക്കാം, എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രവണത വരുന്നു. അതിന് കൃത്യമായി തടയിടാനൊന്നും രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയാതെ വരുമ്പോൾ അത് നൽകുന്നൊരു മെസ്സേജ് എന്താണ്? അതൊരു സാമാന്യവൽക്കരണം ലീഡ് ചെയ്യുന്ന ചോദ്യം. ഞാൻ ഒരിക്കലും രാഹുലിനെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ അതിനെ പൊതുവെ സാമാന്യവൽക്കരിച്ചോ അല്ല പറയുന്നത്. ഇപ്പോൾ താങ്കളൊരു യൂത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവായതുകൊണ്ട് താങ്കളൊരു സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമാണ്. അല്ല, പറയാം. അങ്ങയുടെ സ്റ്റേറ്റ്മെൻറ്റിനിടയിൽ, ചോദ്യത്തിനിടയിൽ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, രാഹുലിൻ്റെ ഇത് വ്യത്യസ്തമായിരിക്കാം. വ്യത്യസ്തമാണ്, റെയറസ്റ്റ് ഓഫ് ദി റെയറാണ്. ഇത് അങ്ങനെ കാണണം. രാഹുലിൻ്റെ ഈ പർട്ടിക്കുലർ കേസ്, ഇപ്പോൾ പുറത്തു വന്ന കേസ് ആ മൊഴികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളും വിട്ടേക്കും. കേട്ട ഓഡിയോ സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. രാഹുൽ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞ ഓഡിയോ സന്ദേശം, അതൊന്നും അയാൾ ചലഞ്ച് ചെയ്തിട്ടില്ല എവിടെയും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത് റെയറസ്റ്റ് ഓഫ് ദി, ഇതിന് സമീകരണമേ ഇല്ല. ഇനി ഇപ്പുറത്തെ വശത്ത് എവിടെയാണ് സാമാന്യവൽക്കരിക്കുന്നത്? താങ്കൾ 2 ആംഗിളാണ് പറഞ്ഞത്. ഒന്ന് ഈ ക്രൈം എന്ന് പറയുന്ന ആംഗിൾ, പുതിയ തലമുറയ്ക്കിടയിലെ. രണ്ടാമതൊന്ന് സൈബർ ലിഞ്ചിങ് എന്ന് പറയുന്ന ആംഗിൾ. സൈബർ ലിഞ്ചിങ് എടുക്കുക. ഞാൻ വളരെ സ്പെസിഫിക്കായി പറയുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ചില തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് സംബന്ധിച്ചുള്ള തെറ്റായ പ്രവണതകൾ ഉയർന്നു വരും. ടെക്നോളജി ഉയർന്നു വരുമ്പോൾ അതിൽ പുതിയ പ്രത്യേക പ്രവണതകൾ ഉയർന്നു വരും. പ്രശ്നം അതല്ല, അതിനെ ലീഡർഷിപ്പ് തന്നെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലീഡർഷിപ്പ് ലീഡ് ചെയ്യും. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും മുഖമില്ലാത്ത ഏതെങ്കിലും ആൾ നടത്തിയ ഒരു സൈബർ ആക്രമണത്തെക്കുറിച്ചല്ല ഞാൻ പരാമർശിച്ചത്. നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്. ഇപ്പോൾ
വളരെ ഉദാഹരണം ഞാൻ പറയാം. വീക്ഷണം എന്ന് പറയുന്ന പത്രത്തിൻ്റെ മുഖപത്രം ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രവണതയെ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ദേശാഭിമാനിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാനാവോ? ഇത് ചെറിയ കാര്യമാണ് ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗം എഴുതുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ KR മീരയെ ആക്രമിച്ചതാരാ? മുഖമില്ലാത്ത ഏതെങ്കിലും ആളാണോ? അല്ല, ആക്രമിച്ചതാരാണ്? ഇപ്പുറത്തെ വശത്ത് വാ, ഞങ്ങളുടെ സൈഡ് വാ, ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും അങ്ങനെ ഈ പറയുന്ന സോക്കോൾഡ് ലെഫ്റ്റ് ഹാൻഡിലുകൾ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഞങ്ങളതിനെ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. രൂക്ഷമായ ഭാഷയിൽ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളാരും അതിൻ്റെ വ്യക്താക്കളായിട്ടില്ല. സൈബർ ലിഞ്ചിങ്ങിൻ്റെ ആംഗിളാണ് പറയുന്നത്. ഇനി 2 ക്രൈം ഇത് എവിടെയാണ് DYFIയുടെ ഭാഗത്ത് അങ്ങനെ ഓരോ DYFIൽ അംഗമായിരുന്നവരോ DYFIൽ അംഗങ്ങളായവരോ ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിച്ചവരോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒറ്റതിരിച്ച് അതിനെ അങ്ങനെ കണ്ടാൽ പോരെ? ലീഡർഷിപ്പ് ആസ് എ ഹോൾ ഒരു ക്രൈം ചെയ്യുന്നു. ഉദാഹരണത്തിന് വയനാട് ഫണ്ട് തട്ടിപ്പ് ആരാ ചെയ്തേ? യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും താഴത്തെ പാവങ്ങളാ? ആരാ അതിൻ്റെ കൾപ്രിറ്റ്? ആരാ അക്യൂസ്ഡ്? ആരാ മറുപടി പറയേണ്ടത്? ഈ യൂത്ത് കോൺഗ്രസിലെ സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾക്ക് അതിന് ലീഡർഷിപ്പാണ് നേതൃത്വം നൽകുന്നത് എങ്ങനെയാണ് താങ്കൾക്ക് ഉറപ്പിച്ചു? VT ബൽറാമാണ് ഇദ്ദേഹത്തിനെതിരെ ആക്രമിച്ചത്. ഞാൻ പേരെടുത്ത് പറയല്ലേ, VT ബൽറാമല്ലേ ആക്രമിച്ചത്. ഇനി ഈ പറയുന്ന ദിവസങ്ങളിലെടുക്ക്, ഇല്ലെങ്കിൽ മുമ്പുള്ളതെടുക്ക്. ഈ പറയുന്ന ആളല്ലേ ആക്രമിക്കുന്നത്? K കരുണാകരനെ ആക്രമിച്ചതാരാ? ഞങ്ങളാരെങ്കിലും പോട്ടെ, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും താഴെത്തട്ടിൽ ആരെങ്കിലും ആണോ? ഈ നിമിഷം വരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ലല്ലോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തൊരു അഹങ്കാരമായിരുന്നു, എന്തൊരു അഹങ്കാരമാണ്. ഈ അഹങ്കാരം എവിടെ നിന്നാണ്? ഈ അഹങ്കാരത്തിൻ്റെ ശരീരഭാഷയുള്ള ഈ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹൂ കെയേഴ്സ്? അത് ഒരു സന്ദർഭത്തിൽ വന്നൊരു കാര്യമല്ല. ഈ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ വിഭാഗം, ഈ സ്കൂൾ ഓഫ് തോട്ട് കോൺഗ്രസിൻ്റെ ബേസിക് അവരുടെ ക്യാച്ച് വേർഡാണത്, അവരുടെ മന്ത്രമാണ്, അവരുടെ ടാഗ് ലൈനാണത്. ഹൂ കെയേഴ്സ്? ഞങ്ങൾ ചോദിക്കാനത് ഞങ്ങളത് ചെയ്യും. KR മീര ഞങ്ങൾ ചീത്ത വിളിക്കും, ഞങ്ങളാരെയും ചീത്ത വിളിക്കും. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിലൊരാളാരാ? അസാധാരണമായ പ്രതികരണമല്ലേ? ശ്രീ KC വേണുഗോപാലിൻ്റെ ഭാര്യയുടെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല. പൊതുരംഗത്ത് അങ്ങനെ സജീവമായി വരുന്ന ഒരു സഹോദരിയല്ല അത്. അവർ നിവർത്തികേട് കൊണ്ട് പ്രതികരിച്ചു. ഇത് അവർക്ക് ഉള്ളു പൊട്ടിയിട്ടായിരിക്കും പ്രതികരിക്കാൻ കാരണങ്ങളുണ്ടാകും. അവർ പ്രതികരിച്ചു. അവർക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നില്ല. അവർ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം എന്താ? ഉമാ തോമസ് അനുതാപം കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടാകേണ്ട ഒരാളല്ലേ? പല കാരണങ്ങളാൽ 2 തരത്തിലുണ്ട്. വെളുപ്പിച്ചെടുക്കാനുമുണ്ട്, തകർത്ത് കളയാനുമുണ്ട്. ഒരു വശത്ത് വെളുപ്പിച്ചെടുക്കാനുണ്ട്. ഏത് പടുകുടിയിൽ, വൃത്തികേടിൻ്റെ പടുകുടിയിൽ നീ ദുർഗന്ധം പിടിച്ച് വന്നു നിന്നാലും നിന്നെ വെളുപ്പിച്ചെടുക്കാൻ, നിന്നെ സുഗന്ധം പൂശാനുള്ള പണവും സുഗന്ധം പൂശാനുള്ള ടാക്ടീസും ഞങ്ങളുടെ കയ്യിലുണ്ട്, മിഷനറി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഹാൻഡിലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ നിന്നെ വെളുപ്പിച്ചെടുത്ത് തരാം, ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ്. ഇത് ഈ സ്കൂൾ ഓഫ് തോട്ട്. ഞാൻ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ആക്രമണത്തിന് വിധേയമായിട്ടില്ലേ? ഇതിനകത്ത് ആരാണ്? ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്നു. നിങ്ങൾ സ്വകാര്യമായി കോൺഗ്രസ് നേതാക്കളോട് ഈ പറയുന്ന കാര്യങ്ങളോട് ചോദിച്ചാൽ അവരെല്ലാവരും നിങ്ങളോട് സമ്മതിക്കും. പിന്നെ എന്തിനാണ് വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടുകൂടി ഇവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ച് രംഗത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ, കൃത്യമായി പറഞ്ഞാൽ ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ അവരുടെ മുമ്പിൽ അനഭിമിതരാകാൻ പാടില്ല. എങ്കിൽ നമ്മൾ തകർത്ത് കളയുമെന്ന് പേടിയാണ്. ഞങ്ങളുടെ ഇമേജ് കോൺഷ്യസ് ആയ ആളുകൾ മിണ്ടാതിരിക്കുകയാണ്. നേതൃത്വത്തെ പോലും വലിച്ചു മുറുകുന്ന രീതിയിൽ ഇവർ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു കോക്കസ് ഇപ്പോഴും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കൽ പോലും ഒരു പരാതി പോലും രേഖാമൂലം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആയിരുന്ന ആ സമയത്താണ്, മാസങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തു. ആ തീരുമാനത്തെ നമ്മൾ മാനിക്കേണ്ടതല്ലേ? എന്താണ് എടുത്തത്? അതൊരു മാതൃകാപരമായ തീരുമാനം. ഒരു രേഖാമൂലം ഒരു പരാതി പോലും, വെറും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. അല്ല, ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, ഗോസിപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല, അയാളുടെ കൂടി ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നു. നമ്മൾ അങ്ങനെ കാണണം. പക്ഷേ രേഖാമൂലം ഒരു ഔദ്യോഗിക ഫോറത്തിൽ പോലും പരാതിയുമായി ഒരു യുവതികളും വന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രേഖാമൂലമുള്ള പരാതി വന്നപ്പോൾ രേഖാമൂലം തന്നെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഏത്? വീക്ഷണം വഴി. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? എനിക്ക് ചോദ്യം കിട്ടി. പത്രം, അവരുടെ പാർട്ടിയുടെ മുഖപത്രം ആയിക്കോട്ടെ, അത് നേതാക്കളുടെ
അത് ഈ വീക്ഷണം പാർട്ടിയുടെ മുഖപത്രമാണ്. പക്ഷെ എങ്കിൽ പോലും അതിന് സ്വന്തമായ ഒരു എഡിറ്റോറിയൽ പേജ് ഉണ്ട് എന്നാണ് നേതാക്കളൊക്കെ പറയുന്നത്. ഒരിക്കലും അതിന് ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ വീക്ഷണത്തിൽ വന്ന മുഖപത്രം ഇവരുടെ അറിവോട് കൂടിയാണ് എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പറയാനും പറ്റില്ല. പക്ഷേ പ്രകാശിന്റെ പ്രതികരണം എന്താ? ഇതാദ്യം ഈ പ്രശ്നം മുമ്പോട്ട് വരുന്നു, അപ്പോഴാണ് അയാൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞത്. ഒരാളും തിരുത്തിയില്ല. ഇത് തെറ്റാണ്, ഇത് അഹങ്കാരത്തിൻ്റെ ശരീരഭാഷയാണെന്ന് ഒരൊറ്റ കോൺഗ്രസ് നേതാവ് നാക്കെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഓഡിയോ ക്ലിപ്പിംഗ് പുറത്ത് വരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് പുറത്ത് വരുന്നു, സംഭാഷണങ്ങൾ നാട് കേൾക്കുന്നു, ആകെ മോശമാകുന്നു. മോശമായി ഇയാൾ തന്നെ സ്വമേധയാ ഈ പറയുന്ന മൗനത്തിലേക്ക് മാറുന്നു, മൗനവ്രതത്തിലേക്ക് മാറുന്നു. കാണാനില്ല, ഇയാളുടെ വീടിന് മുമ്പിൽ മാധ്യമങ്ങളൊന്നും പുറത്തിറങ്ങാനാകുന്നില്ല. ആ സന്ദർഭത്തിലാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? കോൺഗ്രസിനകത്ത് നിന്ന് ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിനകത്ത് നിന്ന് ഉമാ തോമസ്, കോൺഗ്രസിനകത്ത് നിന്ന് ഈവൻ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇത് എന്താണ് ഇത് വളരെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നു. അതിനും ശേഷം ആ ഒരു കോണ്ടസ്റ്റിലാണ് കോൺഗ്രസ് നടപടിയെടുത്തത്. എന്ത് മാതൃകാരമായ നടപടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, സസ്പെൻഡ് ചെയ്യുന്നു. എന്ത് സസ്പെൻഡ് ചെയ്യുന്നു? സസ്പെൻഡ് ചെയ്ത അയാൾ കോൺഗ്രസിൻ്റെ സകല പരിപാടിയിലും പങ്കെടുക്കുന്നു. എന്തേ പാലക്കാട്ടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചപ്പോൾ അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എന്ന് ആര് പറയുന്നു? കെ സി വേണുഗോപാൽ പറയുന്നു. ഈ കോൺഗ്രസ് ഓഫീസിലെ, കേരളത്തിലെ കോൺഗ്രസ് ഓഫീസിലെ ഏതെങ്കിലും ഒരു കസേര അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കിടക്കണമെങ്കിൽ അത് തീരുമാനിക്കേണ്ട ആളാണ് അദ്ദേഹം. അത് നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. പറയാണ് ഇനി ഓരോരുത്തരെ നിലപാടെടുക്കൂ. അപ്പോഴും ഇപ്പോഴും UDFൻ്റെ കൺവീനർ, പ്രധാനപ്പെട്ട നേതാവല്ലേ ശ്രീ അടൂർ പ്രകാശ്, എന്താ അപ്പോഴും ഇപ്പോഴും നിലപാട്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത ഒരാളെ എങ്ങനെ ചെയ്തെന്ന് പറയണ്ടേ? കോൺഗ്രസ് എന്ത് നടപടി എന്നാണ് പറയുന്നത്? ഇനി അതേ ആളിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം തെരുവിലിറങ്ങുന്നു. ഇനി പോട്ടെ, കോൺഗ്രസിൻ്റെ നിങ്ങളീ പറയുന്ന സോക്കോൾഡ് മാതൃകാപരമായ നിലപാടിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ ആളുകളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. എങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷനെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു വനിത ഇവരുടെ അഭിപ്രായം തുറന്നു പറയുന്നു. അവരാക്രമിക്കപ്പെടുന്നു. അവരെ ആക്രമിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് സംരക്ഷണം കൊടുക്കുന്നു. ഇതിങ്ങനെ രണ്ടായി പിളരല്ലേ? കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൻ്റെ ഈ രീതിയുടെ ആളുകളായി മാറുന്നു. ഇപ്പുറത്തെ വശത്ത് കുറച്ച് പേരുണ്ട്, ഞാനില്ലാതൊന്നും പറയുന്നില്ല. പക്ഷേ മേൽക്കൈ ഇവരിലാണ്. ഇവർ വിഴുങ്ങിയിരിക്കുന്നു, ഈ ക്രൈം സിൻഡിക്കേറ്റ് വിഴുങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെടുമെന്ന് ശക്തമായി തന്നെ ആവശ്യം ഉന്നയിക്കുമോ? അല്ല, CPM ഞാൻ എപ്പോഴും സംസ്ഥാന സെക്രട്ടറി ആണല്ലോ അത് സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു നയം വ്യക്തമാക്കേണ്ടത്. MV ഗോവിന്ദ മാഷ് അത് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് സംബന്ധിച്ച് നിലപാടുണ്ട്. ഇത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഒരു വിഷയത്തെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് പറഞ്ഞത് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉറപ്പായും അദ്ദേഹം രാജിവെക്കണം, ഇനി ജനപ്രതിനിധിയായി ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും മറുഭാഗത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് സമാനമായ പീഡന പരാതികൾ നേരിട്ട രീതിയിൽ ഇപ്പോഴും CPM-ന്റെ തന്നെ പ്രമുഖർ ഇപ്പോഴും MLA സ്ഥാനം വഹിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത്. അതിനിപ്പോൾ എന്ത് മറുപടി? ഇല്ല, അങ്ങനെയല്ലത്. ഇപ്പോൾ നിങ്ങൾ സമാനമായി എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മുകേഷിനെതിരായ കാര്യമാണ് പറയുന്നത്. അത് ഇതുമായി ഒരിക്കലും ബന്ധമില്ല. പറയട്ടെ 35-50 ദിവസമാണ് M. വിൻസെൻ്റ് MLA ജയിലിൽ കിടന്നത്. കേസ് റേപ്പാണ്, 326 ഈ പറയുന്ന റേപ്പ് കേസാണ്. റേപ്പ് കേസിൽ ജയിലിൽ കിടന്ന ആളാണ് നിങ്ങൾ. എനിവേ വിൻസെൻറ്റിൻ്റെ കേസും ഇതുമായി പോലും താരതമ്യം ചെയ്യുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മുകേഷ് ജയിലിലൊന്നും കിടന്നിട്ടില്ലല്ലോ. ഇപ്പോഴതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക വിൻസെൻ്റ് കേസിൽ. ശ്രീ വിൻസെൻ്റ് പ്രതിയായ ആ കേസും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും തമ്മിൽ പോലും താരതമ്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. വിൻസെൻ്റ് ഇപ്പോഴും നിയമസഭയിൽ തുടരുന്നില്ലേ? ഈ കേസിനെ ഒന്നിനോടും താരതമ്യം ചെയ്യരുത്. ഒരു താരതമ്യം അർഹതയില്ല. ഇത് അഹങ്കാരം, പണം, പിന്നെ പറയുന്ന മനോവൈകൃതം, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന നമ്മുടെ പൊളിറ്റിക്കൽ ടെറൈനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു പ്രവണതയാണ്. ഞാനതാ പറയുന്നത്. ആ ഓഡിയോ പുറത്ത് കിട്ടും, മനസ്സ് ആർക്കും താങ്ങുമോ? മനസാക്ഷി മരവിച്ചവർക്കും മനസാക്ഷി ഇല്ലാത്തവർക്കും മാത്രമല്ലേ അത് കേട്ടിരിക്കാൻ കഴിയൂ. ന്യായീകരിക്കാൻ രംഗത്തിറങ്ങുന്നവരുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ, പെൺകുഞ്ഞുങ്ങളില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. അവരുടെ ഈ പറയുന്നവരുടെ ഇവരനുഭവിച്ച ഈ പറയുന്ന പർട്ടിക്കുലർ യുവതി അനുഭവിച്ച് കടന്നുപോയി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അവർ ഗർഭസ്ഥാവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ അനുഭവിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, അതെങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയെന്ന് സ്വന്തം പങ്കാളിയോട് ചോദിച്ചിട്ടെങ്കിലും അടൂർ പ്രകാശും സംഘവും പറഞ്ഞ് ന്യായീകരിക്കാൻ ഇറങ്ങണം.
അപ്പോൾ സ്വന്തം മനസാക്ഷിയെ പോലും വഞ്ചിക്കുന്ന വിധം എന്തിനാണ് ഈ ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്? പേടിച്ചിട്ടാണ്, നിസ്സഹായത കൊണ്ടാണ്. അത് കേരളം കണ്ടുകൊണ്ടിരിക്കണം. ഇത് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞാണല്ലോ കറക്റ്റ്. ഇത് ആരാണ് ഇതിൽ ഈ വഴി വെട്ടി ഇങ്ങനെ കൊണ്ട് വെച്ചത്? ഇവരെ നയിക്കുന്ന അഹങ്കാരമല്ലേ? പക്ഷേ അറപ്പ് മാറിയൊരു കുറ്റവാളിയെ പോലെ വീണ്ടും വീണ്ടും അതിലിങ്ങനെ ഹരം കണ്ടെത്തല്ലേ. ഒരു സിനിമയിൽ ഈ ഇന്ദ്രൻസ് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ചുറ്റിയെ കൊണ്ട് അടിച്ച് ഇങ്ങനെ കൊല്ലുമ്പോൾ ആ ഞരക്കമുണ്ടല്ലോ, ആ ഞരക്കം കേൾക്കുമ്പോൾ തോന്നുന്നു ഇങ്ങനെ ആത്മരതി കൊള്ളുന്ന, ആസ്വദിക്കുന്ന ഇന്ദ്രൻസിനൊരു ചരിത്രം. ഞാൻ ചരിത്ര പേര് പെട്ടെന്ന് മറന്നുപോയി. ഏതാണ്ട് ആ മാനസികാവസ്ഥയല്ലേ ഇവർക്ക്? ഒന്നാണോ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അതിലെല്ലാം ഒരു ആത്മസന്തോഷം, അതല്ലേ? അതിനെ ഒരു കൂട്ടം ആളുകൾ ആസ്വദിക്കുന്നു. അവൻ്റെ മിടുക്ക്, അവൻ്റെ കഴിവ് എന്ന നിലയിൽ കാണുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന കുറേ പേര്. CPM-ന് ശബരിമല സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട് പ്രമുഖ വ്യക്തികൾ, ഒരു മുൻ MLA ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, റിമാൻഡിൽ ജയിലിൽ കിടക്കുന്നത്. CPM എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പ്രതിരോധത്തിലാകുന്നത്? ഒന്നുമില്ല, അത് അന്വേഷണത്തിൽ പൂർണ്ണമായും SITയുടെ വളരെ ക്ലിയറാണിത്. ഈ ഇങ്ങനെയൊരു സന്ദർഭം UDF ഭരണത്തിലാണ് ഉണ്ടായിരുന്നിരിക്കട്ടെ, UDF എന്തായിരിക്കും ചെയ്യുക? നീതിപൂർവമായ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ നീതിപൂർവമായ അന്വേഷണം നടക്കുന്നു. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇതുവരെയുള്ള സർട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ അണുകിട പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലാണ്, നിരീക്ഷണത്തിലാണ്. ഈ നിമിഷം വരെ, നാളെ എന്താണെന്ന് എനിക്കറിയില്ല, ഈ നിമിഷം വരെ ഹൈക്കോടതി ഇതു തെറ്റാണ്, പിശകാണെന്ന് SITയെക്കുറിച്ചൊരു സംശയം ജനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും, ഒരു പാസീവ് കമൻറ്റ് പോലും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ഇതിലെ ആത്മവിശ്വാസം എന്താണ്? ഞങ്ങൾ പല ഉത്തരവാദിത്തങ്ങളും പലരെയും ഏൽപ്പിക്കും. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ എന്നെ പല ഉത്തരവാദിത്തങ്ങളും പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പാർട്ടി ആഗ്രഹിക്കുന്ന വിധം എല്ലാ അർത്ഥത്തിലും ശരിയായ നിലയിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ആ ഉത്തരവാദിത്തം ചെയ്യുക, അടുത്ത ഉത്തരവാദിത്തത്തിലേക്ക് പോവുക. ഇതാണ് എൻ്റെ മനസ്സിൽ നയിക്കേണ്ട വികാരം. ഇതിനിടയിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഒരു പരിരക്ഷയും എൻ്റെ പാർട്ടിക്കകത്തു നിന്നോ നിയമപരമായോ എനിക്ക് കിട്ടില്ല എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഇനി ഇദ്ദേഹത്തിനും ഈ പറയുന്നവർക്കും കിട്ടില്ല, ഒരാൾക്കും കിട്ടില്ല, ഈ കേസിലും കിട്ടില്ല, വേറൊരു കേസിലും കിട്ടില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ സംരക്ഷിക്കാൻ ഇങ്ങനെ ഇറങ്ങാൻ നിർബന്ധിക്കപ്പെടുന്ന ഫോഴ്സുകളൊന്നും ഒരു ക്രൈം സിൻഡിക്കേറ്റും ഞങ്ങളെ പാർട്ടി നയിക്കുന്നില്ല. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ നീതിയുക്തമായി പാർട്ടി ഉദ്ദേശിക്കുന്ന വിധം എഴുതാൻ കഴിയുന്ന വിലങ്ങില്ലാത്ത കൈകളാണ് ദേശാഭിമാനിയിലിരിക്കുന്നവർക്ക്. അപ്പോൾ അവിടെ ഏതെങ്കിലും അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്നു, ഞങ്ങളാരും അറിഞ്ഞില്ല, എഴുതിയവരോട് ചോദിക്കൂ എന്ന് ഗോവിന്ദ മാഷിന് ഒരിക്കലും പറയേണ്ടി വരില്ല. എന്തായാലും ഈ A. പത്മകുമാർ മുൻ MLA ആണ്, CPM-ന്റെ ഏറ്റവും പ്രമുഖനായ ഒരു പത്തനംതിട്ടയിലെ ഒരു CPM-ന്റെ മുഖം തന്നെയല്ലേ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പറയട്ടെ, നിങ്ങൾ ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും അങ്ങനെ പറഞ്ഞോ? അയാൾ ഇപ്പോൾ പത്മകുമാരപ്പോൾ CPM തള്ളി പറയുകയാണ്. അങ്ങ് കേൾക്കൂ, ഞാൻ പറഞ്ഞ പിന്നെ ഞങ്ങളിപ്പോൾ അയാൾ ജയിലിൽ പോയില്ലേ, സോറി ജയിലിൽ. എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നില്ല? CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഉയർന്നു വന്നത് ഒരു അഴിമതി ആരോപണമാണ്. അഴിമതിയല്ല, ഒരു ക്രമക്കേടാണ്, ഒരിക്കലും പാടില്ലാത്ത വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അയാളെ പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നുണ്ടായ പിഴവാണ്. അത് പരിശോധിച്ച് വരട്ടെ. ഇപ്പോൾ നടക്കുന്ന നിയമപരമായ നടപടിയാണ്, നിയമപരമായ ഒരു പരിരക്ഷയും കൊടുക്കുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ അത് കാണും. പാർട്ടി എന്തുകൊണ്ടൊരു നടപടി എടുക്കുന്നില്ല? നിങ്ങൾ കേൾക്കും, അത് കാത്തിരുന്ന് കാണും. ഇത്രയേറെ ജയിലിലാണ്, റിമാൻഡിലാണ്, ഒരു നടപടി ഇത്രയേറെ താമസമുണ്ടോ, കാലതാമസമുണ്ടോ? ഒരു കാര്യം കേൾക്കൂ, ഈ പത്മകുമാറിൻ്റെ കാര്യത്തിൽ പത്മകുമാറിനെ പാർട്ടിക്ക് സംരക്ഷിക്കണമെന്നായിരുന്നുവെങ്കിൽ ഇയാളെ വേറെ ഏതെല്ലാം തരത്തിൽ സംരക്ഷിക്കാം. പാർട്ടി ഇപ്പോഴെന്താണ് കാണേണ്ടത്? ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണം നീതിയുക്തമായ അന്വേഷണം നടക്കുന്നു, നീതിപൂർവമായ അന്വേഷണം നടക്കുന്നു. എവിടെയും ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, ആരെയും സംരക്ഷിക്കുന്നില്ല. ഇനി അയാളുടെ പാർട്ടി നടപടിയുടെ കാര്യമാണോ, നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അതിന് ഇത്രയും സാവകാശം എന്താണ് എന്നൊരു ചോദ്യം. ഞങ്ങൾ സംരക്ഷിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. CPM അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അയാൾ പാവാണ്, അയാളെ ചെയ്യരുത്, അല്ലെങ്കിൽ അയാളെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കരുത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ഒരു നേതാവും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ഒരു ഫോൺ കോളിൽ പോലും ഇയാൾക്കൊരു സംരക്ഷണം കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോടും പറഞ്ഞിട്ടില്ലല്ലോ.
ഒരാളെയും വളഞ്ഞു വയ്ക്കുന്നില്ലല്ലോ. ഇനി നിങ്ങൾ നേരത്തെ പറയുന്നു, ഈ ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നല്ലോ, തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഏത്, നമ്മുടെ ഈ രാഹുൽ മാലാൽ അവരുടെ ബാലിശമായ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് കുറേ കൂടി ഡിലേ ചെയ്യിപ്പിച്ചൂടെ? ഞങ്ങളങ്ങനെ നിയമത്തിൽ ഇടപെടുന്നവരാണെങ്കിൽ ഞങ്ങൾക്കെതിരായൊരു കേസ് കുറേ കാലത്തേക്ക് ഡിലേ ചെയ്യിപ്പിച്ചൂടെ? എന്തെങ്കിലും പറയുന്നതിൽ യുക്തിയുണ്ട്. അപ്പം ഞങ്ങളെന്താണോ ലോ എന്താണോ, നിയമം എന്താണോ, നിങ്ങൾ ഒരു SIT ഉണ്ടാക്കുന്നു, ആ SIT ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസം എന്താണെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഹൈക്കോടതിയും ജനങ്ങളും തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ യാതൊരുവിധ ആത്മവിശ്വാസക്കുറവില്ല. ഞങ്ങളുടെ കരുത്തിതാണ്, ഞങ്ങളുടെ വെൽ ഗവേണൻസ് ആണ്. ഒരു മികച്ച ഭരണം കേരളത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ജനങ്ങളോട് വിശദീകരിക്കുന്നു, ജനമത് സ്വീകരിക്കും. എന്തായാലും നിങ്ങളുടെ ആത്മവിശ്വാസം അതേ രീതിയിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. നന്ദി.